അന്ന പോയപ്പോൾ തൊട്ട് ദസ്തേവിസ്കിയുടെ മനസ്സ് എന്തെന്നില്ലാത്ത ഒരു കുറ്റബോധം കൊണ്ട് പുകയാൻ തുടങ്ങി. അവളിനി വരുമോ? തീർച്ചയായും അവൾ പിണങ്ങിയിട്ടുണ്ടാവും. താനപ്പോൾ ഒരു ഭ്രാന്തിൻ്റെ വക്കത്തായിരുന്നെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന ഒരു പെൺകുട്ടിയെ അത്ര ക്രൂരമായി വേദനിപ്പിക്കുമായിരുന്നുവോ? അടുക്കള ജോലിക്ക് വന്ന പെണ്ണാണെങ്കിൽ പോലും അവൾ ഉണ്ടാക്കിയത് തൊട്ട് നാക്കിൽ വെച്ച് നോക്കിയിട്ട് നിന്നെ ആരാ ഇങ്ങനെ വെച്ചുണ്ടാക്കാൻ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ സഹിക്കുമോ? ഒരു കണക്കിന് അതിനേക്കാൾ മോശമായിട്ടല്ലേ അന്നയോട് താൻ പെരുമാറിയത്? അവൾ കരഞ്ഞില്ലെന്നേ ഉള്ളൂ. ഒരു പൂർണ്ണ വിരാമം ഇടാൻ മറന്നു. അതത്ര വലിയ ഒരു തെറ്റായി കണക്കാക്കേണ്ടിയിരുന്നില്ല. ഒരു വാക്യം വിട്ടുകളഞ്ഞെന്ന് പറഞ്ഞ് വെറുതെ കുറ്റപ്പെടുത്തി. പിന്നീടാണ് മനസ്സിലായത് അത് തൻ്റെ നോട്ടപ്പിശക് കൊണ്ട് സംഭവിച്ച ഒരബദ്ധമാണെന്ന്. തൻ്റെ ശാപം ഇതാണ്: ഇങ്ങോട്ട് സ്നേഹം കാണിക്കുന്നവരെയും വെറുപ്പിക്കും. തെരുതെരെ സിഗരറ്റ് പുകച്ചുകൊണ്ട് ദസ്തേവിസ്കി മുറിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്നെക്കൊണ്ട് ഇത്ര ദിവസത്തിനുള്ളിൽ ഒരു നോവൽ എഴുതി തീർക്കണമെന്ന് വെച്ചാൽ അത് സാധിക്കുമോ? എഴുതാനുള്ള ഉത്കടമായ ആഗ്രഹമുണ്ടായിരുന്നിട്ടും ഒരക്ഷരം പോലും എഴുതാൻ കഴിയാതെ പോയ ശൂന്യമായ ദിവസങ്ങളുടെ ഓർമ്മ മനസ്സിൻ്റെ അടിയിൽ കിടക്കുന്നു. ദാഹിച്ച് പൊരിഞ്ഞ് ഒരു കടൽക്കരയിൽ നിൽക്കുന്നത് പോലെയാണ്. ഒരു കൈ കോരിക്കുടിക്കാൻ കഴിയുന്നില്ല. ഭ്രാന്തമെന്നോ അനുഗ്രഹീതമെന്നോ ഒക്കെ വിളിക്കാവുന്ന ഒരു നിമിഷം. ആ നിമിഷത്തിൽ നിന്നാണ് തുടക്കം. തുടർന്ന് പിന്നെ ഉന്മാദത്തിൻ്റെ ഒരു ഋതുകാലം. അങ്ങനെ ഒന്നില്ലാതെ എഴുതണമെന്നാഗ്രഹിച്ചിട്ട് ഫലമുണ്ടോ? ഇത്ര ദിവസത്തിനുള്ളിൽ ഒരു നോവൽ എഴുതി പൂർത്തിയാക്കിയില്ലെങ്കിൽ നിന്നെ കഴിവിലേറ്റി കളയുമെന്ന് ആരെങ്കിലും പറഞ്ഞെന്നോർത്ത് നോവൽ എഴുതാനൊക്കുമോ? നാളെ പുലർച്ചയ്ക്ക് ഒരു പൂവ് വിടർത്തി കാണിച്ചില്ലെങ്കിൽ നിന്നെ വേരോടെ പിഴുത് കരിങ്കല്ലിന്മേൽ വെച്ച് കൊത്തിയരിഞ്ഞ് കളയുമെന്ന് ഒരു ചെടിയോട് പറയും പോലെയല്ലേ അത്? ഒരു ജാലവിദ്യക്കാരൻ അയാളുടെ തൊപ്പിക്കുള്ളിലെ ശൂന്യതയിൽ നിന്ന് പ്രാവിനെയോ മുയലിനെയോ എടുത്ത് കാണിക്കുന്നത് പോലെയാണോ ഇത്? എന്തിനെക്കുറിച്ചാണ് എഴുതേണ്ടതെന്ന് പോലും തീർച്ചയില്ല. ആശയങ്ങളില്ലാത്തതല്ല, മറിച്ച് ആശയങ്ങളുടെ ആധിക്യമാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. ഏത് വേണമെന്ന് തീരുമാനിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് പോലും എഴുത്തുകാരൻ ബോധപൂർവം കൈക്കൊള്ളുന്നതാണോ? അനുഗ്രഹീതമായ ഒരു നിമിഷത്തിൻ്റെ പ്രേരണ അന്തരാത്മാവിൽ ഉണ്ടാക്കുന്ന വെളിപ്പാട്. അങ്ങനെയൊന്നും അതിനെ നിർവചിക്കരുത്. കാർമേഘങ്ങൾ കൊണ്ടു നിറഞ്ഞ ഇരുണ്ട ആകാശം. അങ്ങനെയാണിപ്പോൾ മനസ്സ്. ഒരു മഴ തൂങ്ങി നിൽക്കുന്നു. പ്രളയ സ്മൃതികൾ ഉണ്ടാക്കുന്ന ഒരു മഴ. ഏത് മേഘത്തിൽ നിന്ന് ആദ്യത്തെ തുള്ളി? ദസ്തേവിസ്കി മുറിക്കുള്ളിൽ നിന്ന് പുറത്തു വന്ന് വിജനമായ തെരുവിൽ അങ്ങേ അറ്റത്ത് നോക്കി. നിങ്ങൾ കേട്ടത് പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിൽ നിന്നും. ശബ്ദം നൽകിയത് ഷാഹ്ന എസ്.